മലയാളികൾക്ക് പൊതുവെ കണ്ട് ശീലമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ പാർട്ടികളിൽ നടക്കുന്നത്. ആത്മഹത്യകൾ തുടരുന്നു. ഇന്നും ഒരു CPM പ്രവർത്തകർ CPMന്റെ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആഴ്ചകൾക്ക് മുൻപായിരുന്നു RSSന്റെ പ്രവർത്തകൻ ഇതുപോലെ തന്നെ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഈ രാഷ്ട്രീയക്കാർക്ക് സംഭവിക്കുന്നത്? രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, കേരളത്തിലെ ആത്മഹത്യ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. നമ്മൾ ഈ ഏതാനും ആഴ്ചകൾക്ക് പോകുന്ന ദേശീയ സർവേ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആത്മഹത്യാ നിരക്കിൽ കേരളം 2ാം സ്ഥാനത്ത്. എന്ന് വെച്ചാൽ ഇത്രയും സംസ്ഥാനങ്ങളുള്ളതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് 2ാം സ്ഥാനം കേരളമാണ്. അത് എല്ലാ വിഭാഗങ്ങളിലും ആത്മഹത്യ നടക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഗൗരവമായിട്ട് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ചെറിയ വിദ്യാർത്ഥികൾ മുതൽ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ വരെ പിന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് തൊലിക്കട്ടിയുണ്ട്, അവരങ്ങനെ നടത്തില്ലെന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. അപ്പോൾ ആ തൊലിക്കട്ടിയെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മലയാളികൾ നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നല്ലൊരു ശതമാനം ആളുകൾ അവരുടെ ജീവിതം പൂർത്തിയാക്കാൻ കഴിയാതെ ഈ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നതിൻ്റെ കാരണം വെറും രാഷ്ട്രീയമായി ചർച്ച ചെയ്യാതെ വളരെ ഗൗരവമായിട്ട് സർക്കാർ പരിഗണിക്കേണ്ടതുകൊണ്ടാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. 2, അതെ, ഒരു രാഷ്ട്രീയ ആരോപണമായി ചുരുങ്ങുകയായിരുന്നു. അന്ന് RSS പ്രവർത്തകന്റെ മരണം ഉണ്ടാകുമ്പോൾ CPM ആരോപണം, CPM പ്രവർത്തകൻ ഇന്ന് മരിച്ചപ്പോൾ അത് BJP ആരോപണം. തീർച്ചയായിട്ടും നാളെ ഒരു കോൺഗ്രസ്സുകാർ മരിച്ച് അവരുടെ കൂടെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തും. അതല്ല ഇതിൽ വേണ്ടത്. ഇതിൽ നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പലയിടത്തും ഇതിൻ്റെ ഒരു കൗൺസിലിംഗ് സെൻറ്ററും മറ്റും മറിച്ചും കൊണ്ട് പിന്നെ ചില നമ്പറുകൾ കൊടുത്തിട്ട് ഇതിനെന്താണ് ഈ ആത്മഹത്യാ ശ്രമം തടയാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ അത് ഫലവത്തായില്ല എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. അത് ഒരു ആത്മഹത്യാനത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള നന്നായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനം കേരളത്തിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളത് ഏറ്റവും അവസാന തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത്. പിന്നെ രാഷ്ട്രീയക്കാരിലുണ്ടാകുന്ന ആത്മഹത്യ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തൊലിക്കട്ടി കൂടുതലായിട്ടാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. സാധാരണ ഉള്ള ആത്മഹത്യയേക്കാളേറെ. കാരണം പാർട്ടിയിൽ ആളുകൾ പ്രവർത്തിക്കുന്നതിന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്, അതിനകത്ത് ഒരു വളർച്ച, ഒരു ഉന്നത സ്ഥാനം, പാർട്ടിയിലെ സ്ഥാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനം, ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നായിരിക്കും പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് നഷ്ടപ്പെടുമ്പോഴായിരിക്കും പലപ്പോഴും അവരെന്ത് ചെയ്യുന്നത്, ഈ കൈവിട്ട കളിക്ക് ഒരുപക്ഷെ തയ്യാറാവുന്നത്. അല്ല, അതാണ് നമ്മുടെ മനുഷ്യർ വ്യക്തി താല്പര്യത്തിലേക്ക് ചുരുങ്ങുന്നതാണ്, രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ. തീർച്ചയായിട്ടും നമ്മുടെ ഈ തിരുമലയിൽ സംഭവിച്ച തൃക്കണ്ണാപുരത്ത് ഒരു സ്വയം സേവകൻ ആത്മഹത്യ ചെയ്തല്ലോ. അതിൻ്റെ റീസൺ എന്താ പറഞ്ഞത്? അവിടെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ്. ഒരു സ്വയം സേവകൻ പോലും നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാരനേക്കാൾ ഏറെ നല്ല തഴക്കവും പഴക്കവും ഉള്ള ആളാണ് സ്വയം സേവകൻ എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ ആത്മഹത്യ വേണ്ടി വരികയാണെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോഴും അവർ ബലിദാനികളെന്നാണ് പറയുന്നത്, രാഷ്ട്രത്തിന് വേണ്ടിയാണെങ്കിൽ. അല്ലാതെ ഇത്തരത്തിൽ കേവലമായ ഒരു സീറ്റിന് വേണ്ടിയോ ഒരു സ്ഥാനത്തിന് വേണ്ടിയോ ഒരു സ്വയം സേവകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ ആ തലത്തിലേക്ക് എന്താണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തൃക്കണ്ണാപുരത്തെ സ്വയം സേവകൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതിന് മുമ്പൊരു ആത്മഹത്യ നടന്നു. BJPയുടെ തന്നെ കൗൺസിലർ, സിറ്റിംഗ് കൗൺസിലർ തിരുമല അനിൽ, അതിനും ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം മറ്റൊരു പ്രശ്നമായിരുന്നു. കാരണം സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അവിടെ വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ പണമിടപാട് വായ്പ കൊടുത്തു. ആ വായ്പ സമയബന്ധിതമായിട്ട് ആളുകൾ തിരിച്ചടച്ചില്ല. അത് പലരും BJP പാർട്ടിക്കാരാണ്, ഇല്ലെങ്കിൽ അതിലെ BJPയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറഞ്ഞതുപോലെ ഈ സമ്മർദ്ദം താങ്ങാനോ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ പലപ്പോഴും ഈ സമ്മർദ്ദമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഈ ആനന്ദ് തമ്പി മരണപ്പെടുന്ന സമയത്ത് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഈ കഴുകന്മാർ ചെയ്യുന്ന പണിയാണ് ചെയ്തത്. കാരണം നേരെ വണ്ടി പിടിച്ച് പിന്നെ ആ സ്വയം സേവകൻ്റെ വീട്ടിൽ പോയി. ഈ തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ, 10 വോട്ട് ഏത് രൂപത്തിലും ഈ ശവത്തിൽ കുത്തിയെങ്കിലും 10 വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് ഈ നേതാക്കളെല്ലാം കൂടി അവിടെ പോയത്. എന്നിട്ട് കുറ്റം പറഞ്ഞാൽ എന്താ, BJPയെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞു. കാര്യം ഈ പറഞ്ഞതിൽ അതിനകത്ത് പീഡനമാണ്, പിന്നെ സീറ്റ് കൊടുക്കുന്നില്ല, അർഹിക്കുന്നവർക്ക് പരിഗണനയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യാപകമായിട്ട് കളിയാക്കിയല്ലോ. ഇപ്പോൾ ഈ പാലക്കാടിൻ്റെ ഒരുതന്നെ വാഹനം കണ്ടില്ല, ഒരു സഹാക്കളും ആരും വാഹനക്കുന്നില്ലല്ലോ. ഇദ്ദേഹം വീട്ടിലാണ് ആത്മഹത്യ ചെയ്തത്. ഈ പാർട്ടി ആഫീസിലാണ് ആത്മഹത്യ ചെയ്തത്. കോൺഗ്രസ്സുകാരൻ പണ്ട് പിന്നെ പ്രവർത്തകരെ തല്ലിക്കൊന്ന് ചാക്കിലാക്കി വെച്ചിട്ടില്ലേ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവം അല്ല, അത് എല്ലാ മേഖലയിലും ഇപ്പോൾ അങ്ങനെ ഉണ്ടോ? കേരളത്തിൽ ഒരു സംഭവം വരുമ്പോൾ ആ തെറ്റിതിരുത്തില്ല, അതിന് വെള്ളപൂശാനുള്ള ഒരു ശ്രമമാണ്. അത് അമിതമായ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കേരളം അനുഭവിക്കുന്ന ഒരു വലിയൊരു പിന്നെ കുഴപ്പം അത് തന്നെയാണ്. എന്ത് വിഷയം സമൂഹത്തിലുണ്ടായാലും അതിനെ രാഷ്ട്രീയമായ കണ്ണിൽ കൂടെ മാത്രം കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അപജയം.
മറ്റ് സംസ്ഥാനങ്ങൾക്ക് കുഴപ്പമില്ല, അവർ ആ പ്രശ്നത്തെ പഠിക്കാൻ ശ്രമിക്കും, എന്നിട്ട് ആ പ്രശ്നത്തിനെ പരിഹരിക്കാനും ശ്രമിക്കുക. ഇവിടെ ഒരു സ്വയം സേവകൻ ആത്മഹത്യ ചെയ്തു, അവിടെ തന്നെ അയാളെ കുറ്റപ്പെടുത്തുക, BJP കുറ്റപ്പെടുത്തുക, RSS വലിയ കുഴപ്പമാണ്, RSSനകത്ത് ഇതാണ് പീഡനമാണെന്ന് പറഞ്ഞിട്ട് ആ സംഘടനയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷെ BJP വരെ തള്ളി പറഞ്ഞു. BJPയും തള്ളി പറഞ്ഞിട്ടുണ്ട് ഇതിനെ. അതെ, ആ വ്യക്തിയെ തള്ളി പറഞ്ഞു. അല്ല, സ്വാഭാവികമായിട്ടും അതിലൊക്കെ എൻ്റെയൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ. അദ്ദേഹം BJPയുടെ പ്രവർത്തനം അല്ല എന്ന് BJP പറയുന്നുണ്ട്. സ്വയം സേവകനായിരുന്നു മുമ്പ്, ഇപ്പം അങ്ങനെ അല്ല എന്ന് പറയും. അപ്പോൾ സ്വയം സേവകൻ്റെ ഒരു പ്രത്യേകം വെച്ചാൽ ഈ റിട്ടയർമെൻ്റ് ഒന്നും അതിനകത്തില്ല. നിങ്ങൾ ഒരിക്കലും സ്വയം സേവനങ്ങൾ മരിക്കുന്ന ഒരു സ്വയം സേവകനാണ്, അതിൽ സജീവമായിട്ട് പ്രവർത്തിച്ചാലും ഇല്ലെങ്കിൽ. അപ്പോൾ ആ ആശയങ്ങളും ആദർശങ്ങളുമാണ് അദ്ദേഹം ജീവിതത്തിൽ പിന്തുടരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ആത്മഹത്യ ചെയ്ത ആനന്ദ് തമ്പി ആ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനോട് ആത്മാർത്ഥത കുറവായിരിക്കാം. ഇല്ല എങ്കിൽ ഇതിനൊക്കെ അപ്പുറം ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് തീരെ ഒരു സ്കോപ്പും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ ആത്മഹത്യയിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റൊന്നുമില്ല, വെൽ സൗണ്ടായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ബിസിനസ്സുണ്ട്, മറ്റു കാര്യം നടത്തുന്നുണ്ട്. കേവലം ഈ സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ മാത്രം എടുത്താണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആത്മഹത്യ ചെയ്തത്. ഇനി CPMൻ്റെ ആത്മഹത്യ ആണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ വെളി വരാനിരിക്കുന്നല്ലോ, പക്ഷേ അത് വെളി വരില്ല, കാര്യം അവർ മുക്കും. എന്താണ്, പാർട്ടി ആഫീസിനകത്താണ് ആത്മഹത്യ ചെയ്തത്, സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് അതിൽ കാര്യമായ പങ്കുണ്ടാവും. ഒന്നുകിൽ ഇദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ ഇവർ പറയുന്ന പോലെ ഇദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഈ വൃത്തികെട്ട കാര്യത്തിൽ ഇദ്ദേഹത്തിന് അതിന് സമ്മർദ്ദം ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് താങ്ങാൻ കഴിയാതെ പാർട്ടിയെ ആക്കണ്ടല്ലോ എന്ന് കരുതി ചിലപ്പോൾ അദ്ദേഹം എന്താണ് ആ രഹസ്യത്തോടെ അദ്ദേഹം മരിച്ചതായിരിക്കാം. ഏത് കാരണമാണെങ്കിൽ പോലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. അത് പറയുന്നവർക്ക് എളുപ്പത്തിൽ പറയാം. അല്ല, അതിന് ഒരു പ്രായഭേദ വ്യത്യാസമില്ലാതെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഇടയിൽ നടക്കുന്നൊരു ആത്മഹത്യ നമ്മൾ ശ്രദ്ധിച്ചാൽ കാര്യം മനസ്സിലാവും. വീട്ടിൽ അച്ഛനമ്മയും കൂടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങി, കുട്ടി പറഞ്ഞു ഞാനും കൂടെ വരട്ടെ, അപ്പം നീ വരണ്ട, നിന്നെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമല്ല, ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതിന് വിഷമിച്ചിട്ട് തൂങ്ങിച്ചെത്ത കുട്ടികളുടെ ചരിത്രം കേരളത്തിലുണ്ട്. കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവമാണ്. അത് ഈ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അത് ഈ കുട്ടികളിലുണ്ടാകുന്ന ഒരു ആത്മഹത്യ എന്ന് പറയുന്നത്. അത് മുതിർന്നവരിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജോലി സമ്മർദ്ദം, രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയമായ സമ്മർദ്ദം, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ വല്ല സ്ഥാനം കിട്ടാത്തതിൻ്റെ സമ്മർദ്ദം, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടായിരുന്നു വരിക. ഇതിനെ ഒരു സമഗ്രമായ ഒരു വിഷയമായിട്ടെടുത്ത് നമ്മുടെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ കുട്ടികളും എന്തുകൊണ്ട് ഞാൻ ആത്മഹത്യയുടെ വഴി തേടുന്നു എന്ന് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം, സമൂഹം ഒന്നാകെ ചിന്തിക്കണം. ആ ചിന്തിച്ച ഒരു സമഗ്രമായ ഒരു പരിഹാരമാണ് കൊണ്ട്, അല്ലാതെ അങ്ങോട്ടേക്ക് മാറുന്ന കുറ്റം പറയല്ല വേണ്ടത്. നിൻ്റെ ആഫീസിൽ മറ്റവൻ ചത്തില്ലേ, നിങ്ങളെ കയ്യിരിപ്പുകൊണ്ടാണ് ഇവൻ ചത്തില്ലേ എന്നല്ല, പക്ഷെ അതിൽ ശാസ്ത്രീയമായി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക, ഇത്തരക്കാരെയൊക്കെ അത് നമ്മൾ മറ്റുള്ളടത്തും കൗൺസിലിംഗ് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കണമെന്നാണ് കൗൺസിൽ. ഞാൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്കൊരു കൗൺസിലിംഗ് വിങ് ഉണ്ടാക്കണം, ഒരു സൈക്കോളജിക്കൽ ക്ലാസ് അവർക്കെല്ലാം കൊടുക്കണം. കാരണം ഇത് തുടർ സംഭവമായി വരികയാണ്. ഇതൊരു സാധാരണ സംഭവമായി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വിമർശിച്ച് തള്ളിക്കളയാൻ കഴിയില്ല, ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു ശ്രമം നടത്തണം. ഓഫീസുമായിട്ട് കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞ വിദഗ്ധരായിട്ടുള്ള മനഃശാസ്ത്ര വ്യക്തികളെ സംബന്ധിച്ചിട്ട് മാസത്തിലൊരിക്കലെങ്കിലും ഈ മിനിമം ഈ ആളുകൾക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് എല്ലാവരും ആത്മഹത്യ എന്നല്ല, മറിച്ച് നമുക്ക് പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയും. പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ പരിധിവരെ നമുക്ക് തടയാൻ കഴിയുള്ളൂ. അത്തരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം മാറേണ്ട ഒരു സാഹചര്യം വന്നു എന്നാണ് ഈ ആത്മഹത്യകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.